എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്കെയിൽ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനായി ഒരു ഉദാഹരണത്തിനായി ഞാനിവിടെ റെസിഡൻഷ്യലിൻ്റെ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഡ്രോയിങ് 1:100 എങ്ങനെ സെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സാധാരണ പേപ്പറൊക്കെ സെറ്റ് ചെയ്യുക ലേഔട്ടിലാണ് പേപ്പർ സെറ്റ് ചെയ്ത് ഡ്രോയിങ് സ്കെയിലിൽ സെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ലേഔട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പേജ് സെറ്റപ്പും ലേഔട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് ആദ്യം കാണുക. കൂടെ ഞാൻ ബിൽഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലേഔട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നു, ലേഔട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ പേജ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഏത് പേപ്പറിലാണോ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള പേജ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ബട്ടൺ അടിക്കുന്നു. പേജ് സെറ്റപ്പ് മാനേജർ മോഡിഫൈ ചെയ്യുന്നു. ഏത് പ്ലോട്ടറിലാണോ പ്രിന്റ് ചെയ്യേണ്ടത്, ഏത് പ്രിന്ററിലാണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് ഡ്രോയിങ് PDF-ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ PDF സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഡ്രോയിങ് PDF-ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡ്രോയിങ് ടു PDF എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഏത് പേപ്പറിലാണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ പേപ്പർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് A3 എന്ന പേപ്പറിലാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ISO ഫുൾ ബ്ലേഡ് A3 എന്ന പേപ്പർ സെലക്ട് ചെയ്യാം. പ്ലോട്ട് ഏരിയ ലേഔട്ട് തന്നെ വെക്കുക. പിന്നീട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്ലോട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ പ്ലോട്ട് സ്കെയിൽ, ഈ ഡ്രോയിങ് ഞാൻ ചെയ്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഈ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലോട്ട് സ്കെയിലിൽ 1 mm = 0.1 യൂണിറ്റ് എന്ന് കൊടുക്കുക. നമ്മൾ സാധാരണ കൊടുക്കുക 1:1 എന്നാണ്. അതിന് പകരം ഇവിടെ 1 mm = 0.1 യൂണിറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ സൈസിലേക്ക് ഇവിടെ നമുക്ക് പേജ് സെറ്റപ്പ് ചെയ്ത് കിട്ടും. ഇനി ഇതിന് ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കണം. ഈ പേജിന് ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മോഡൽ ഓൾറെഡി ഒരു ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. Ctrl+C. ഞാൻ അത് ലേഔട്ടിലേക്ക് വരുന്നു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V. കറക്റ്റ് ഇന്ത്യയിലെ മുകളിൽ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യും. ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്ത് ചെറുതാക്കി സെറ്റ് ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ HC Enter. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ബേസ് പോയിന്റ് പറഞ്ഞു കൊടുക്കുക, റഫറൻസ് ചെയ്യാം, പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് സ്കെയിൽ ചെയ്ത് ചെറുതാക്കി ഓക്കെ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി ടൈറ്റിൽ ബ്ലോക്കിൽ ഈ ഏരിയയിലാണ് നമ്മൾ ഡ്രോയിങ് സ്കെയിലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഏരിയക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഏരിയയുടെ ഡയമെൻഷൻ എടുക്കുന്നു. 35 ഉള്ളത് 29. ഞാൻ അവിടെ തിരിച്ച് മോഡലിലേക്ക് വരികയാണ്. മോഡൽ വന്നിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സൈസിൽ, ഇപ്പോൾ കണ്ട സൈസിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരെയാണ്. റെക്റ്റാങ്കിൾ വരെയാൻ RS ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കൊടുക്കും. ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടി D Enter. ഫസ്റ്റ് ഡയമെൻഷൻ 35, സെക്കൻഡ് ഡയമെൻഷൻ 29. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. SC അടിക്കുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നു. 100 ടൈംസ് വലുത്, 100 എന്ന് വാല്യൂ കൊടുക്കുന്നു. Enter. ഒരു 100 ടൈംസ് വലുതായി. ഇനി ഞാൻ ഈ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇതിന് കറക്റ്റായിട്ട് ഈ റെക്റ്റാങ്കിൾ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഏരിയയാണ്, ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയയാണ് ആ റെക്റ്റാങ്കിൾ, ഈ ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ ഇവിടെ വരയുന്ന എല്ലാ കാര്യങ്ങൾക്കും, അതായത് നമ്മൾ വരഞ്ഞിരിക്കുന്ന പ്ലാൻ, എലിവേഷൻ, സെക്ഷനും എല്ലാ കാര്യങ്ങളും ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഇവിടെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അതിനുശേഷം ഞാനിപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എൻ്റെ ഡ്രോയിങ്സ് എല്ലാം ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിനുശേഷം ഇവിടെ വരിക, ലേഔട്ടിലേക്ക് വരിക. ലേഔട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. വ്യൂ പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഡ്രോയിങ്സും, മോഡലിലുള്ള എല്ലാ ഡ്രോയിങ്സും വ്യൂ പോർട്ടിൽ വന്നതായി കാണാം. ഇനി എനിക്ക് ഏത് ഡ്രോയിങ്സ് മാത്രമേ വേണ്ടൂ? ഈ ഒരു ഡ്രോയിങ്സ് മാത്രമേ വേണ്ടൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് Z അടിക്കുന്നു, എൻ്റർ. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമാണ്, ഈ കാണുന്ന ഈ ഒരു ഡ്രോയിങ്സ് മാത്രമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് O അടിക്കുക, എൻ്റർ. ഇത് ഈ ഒബ്ജക്റ്റാണ് സൂം ചെയ്ത് വരുന്നത്, ഈ റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് സെറ്റ് ആയി വന്നതായി കാണാം. ഇനി ഏത് സ്കെയിലിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്? 1:100. 1:100 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1:100 സെലക്ട് ചെയ്യാം. ഓക്കെ, 1:100 സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് 1:100ലേക്ക് കൃത്യമായി സെറ്റായി വരുന്നതായി കാണാം. അതിനുശേഷം വ്യൂ പോർട്ട് ലോക്ക് ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ കൃത്യമായി 1:100 എന്ന സ്കെയിലിൽ അത് സെറ്റായി വരുന്നതായി കാണാം. ഇത് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ കൃത്യമായി 1:100ലായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.